AKG സെന്ററിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി. ഇന്നത്തെ യോഗത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട അജണ്ട കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു അവലോകനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുന്നണിയിൽ ആലോചിച്ചത് കേന്ദ്ര ഗവൺമെന്റ് തുടരുന്ന സാമ്പത്തിക ഉപരോധവും ജനവിരുദ്ധ നയങ്ങളുമാണ്. അതിനെങ്ങനെ പ്രതിരോധിക്കും? കേരളത്തിന്റെ ആവശ്യങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടാം? ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ഇന്നത്തെ യോഗം പ്രാധാന്യം കൊടുത്ത് വിശകലനം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. പല കാരണങ്ങളും ഈ പ്രശ്നങ്ങളിൽ ഉണ്ടായേക്കാം. അതെല്ലാം സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. പരിശോധന ജനങ്ങളിലാണ്. ജനങ്ങളുടെ പ്രതികരണമാണ് വളരെ പ്രധാനം. ജനങ്ങളാണ് വിലയിരുത്തുന്നത്. ജനങ്ങളാണ് ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ മുന്നണിയിലെ പാർട്ടികളുടെയോ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെയോ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ തെറ്റോ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് തിരുത്തുക എന്ന നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം ചില പ്രധാനപ്പെട്ട സൂചനകൾ നൽകുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമാണ്. അടിത്തറ ഭദ്രമായതുകൊണ്ട് തന്നെ കൂടുതൽ മുന്നേറ്റം സൃഷ്ടിക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിലുള്ള വിജയം കൈവരിക്കാനും കഴിയും എന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ പല ഘടകങ്ങളും UDF ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന പ്രശ്നം ഞങ്ങൾ കാണുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടാൽ അത് സംഘപരിവാർ ശക്തികൾക്ക് നേട്ടമുണ്ടാക്കുന്നതിന് കാരണമാകുമെന്ന്. അതുകൊണ്ട് ഒരു കാരണവശാലും UDF തോൽക്കാൻ പാടില്ല. ഈ നില UDF വളരെ വൈകാരികമായി തന്നെ ജനങ്ങളിടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ചില തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന മറ്റു ചില നടപടികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വിഴിഞ്ഞം പുനരധിവാസം, JB കമ്മീഷൻ റിപ്പോർട്ട്, ശബരിമല പ്രശ്നങ്ങൾ. ഇതെല്ലാം ഉപയോഗിച്ച് വസ്തുതയ്ക്ക് വിരുദ്ധമായ പ്രചാരവേലകൾ കേരള വ്യാപകമായി അവർ സംഘടിപ്പിക്കുകയുണ്ടായി. തുടർച്ചയായ ഇടതുപക്ഷ ഭരണം തെറ്റായ വഴികളിലൂടെ ഇടപെടാനുള്ള സമ്പന്ന താല്പര്യങ്ങളെ പ്രതിരോധിക്കുന്ന നിലയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ സമ്പന്ന താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ നിലപാടുകൾ സ്വീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നടപടികളെ
അത്തരം വിഭാഗം വലിയ തോതിൽ എതിർക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇതും വിവിധ വിഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഘടകമാണ്. ഇത്തരം വിഭാഗങ്ങളെല്ലാം ആളും അർത്ഥവും നൽകി UDF സഹായിക്കുന്ന അന്തരീക്ഷം കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നേട്ടം അഭൂതപൂർവമാണ്. ആശുപത്രികളിൽ ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങൾ, അതും കേരളത്തിൽ എടുത്തു പറയത്തക്കതാണ്. കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കൈവരിച്ചിട്ടുള്ള നേട്ടം ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ മേഖലയിലെ സ്ഥാപിത താല്പര്യക്കാർ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ശക്തമായി രംഗത്ത് വന്നിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് UDF അനുകൂലമായ സാഹചര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ഉയർത്തുകയാണ് ചെയ്യേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമ നടപടികൾ, വൻകിട വികസന പദ്ധതികൾ, ഇതെല്ലാം ചേരുന്ന ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് പോരായ്മകൾ നേരിടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഉദ്ദേശ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ യഥാസമയത്ത് എത്തിക്കുന്ന കാര്യത്തിൽ പോരായ്മ വന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ഇതിൻ്റെ എല്ലാം സർക്കാർ നേട്ടങ്ങൾ ഈ രീതിയിൽ ഉയർന്നു നിൽക്കുമ്പോൾ സർക്കാർ നേട്ടങ്ങളെ മറികടക്കാൻ വർഗീയ ധ്രുവീകരണമാണ് UDF-ഉം BJP-യും സ്വീകരിച്ചത് എന്നുള്ളത് കാണാൻ സാധിക്കും. UDF ഒരു കാരണവശാലും പരാജയപ്പെടരുത് എന്ന് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിടയിൽ വ്യാപകമായി പ്രചാരവേല നടത്തി അവർ സ്വീകരിക്കുന്ന സമീപനമുണ്ടായി. ഇത്തരം നീക്കങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും വലിയ തോതിൽ പിന്തുണ നൽകിയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തിരിച്ചടി ഏൽക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പുതിയ വിലയിരുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടു കൂടിയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത്. സംസ്ഥാന തലങ്ങളിലൊന്നും ഒരു ഭിന്നതയും ഉണ്ടായില്ല. എന്നാൽ ചില പഞ്ചായത്തുകളിൽ, ചില പ്രദേശങ്ങളിൽ ചില ഒറ്റപ്പെട്ട പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രവണതകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോജിപ്പിന് വിരുദ്ധമായ അത്തരം ചില നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ ഭാവിയിൽ സ്വീകരിച്ചു മുമ്പോട്ട് പോകണമെന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം സ്ഥിതിവിശേഷങ്ങളെല്ലാം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിജീവിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം കൈവരിക്കാനാകും എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ് വ്യത്യസ്തമായ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണി സംവിധാനം. കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഈ രണ്ട് പാർട്ടികളുമാണ് UDF-ലെ പ്രധാനപ്പെട്ട പാർട്ടികൾ. BJP ഇവരെല്ലാം സ്വീകരിക്കുന്ന നിലപാടുകൾ ജനവിരുദ്ധ സമീപനത്തോടുകൂടി ജനങ്ങൾക്കെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ എല്ലാ വിഭാഗം ആളുകളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ന് ലേബർ കോഡിന്റെ പ്രശ്നം. ലേബർ കോഡിന്റെ പ്രശ്നത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാട് രാജ്യത്തിന് പോലുള്ള അനുഭവമുണ്ട്. പത്രപ്രവർത്തകർ അവരുടെ
കൂലിയും അവരുടെ ആനുകൂല്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്ന വേജ് ബോർഡ് പോലും നിലനിൽക്കാത്ത നിലയാണ് ഈ ലേബർ കോഡിന്റെ നടപടികളിലൂടെ വരാൻ പോകുന്നത്. എല്ലാ മേഖലകളെയും ബാധിക്കുകയാണ്. തൊഴിൽ സമയം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. മിനിമം കൂലി ഇല്ലാതാവുകയാണ്. കേരളത്തിൽ 87 മേഖലകളിൽ മിനിമം കൂലിയുണ്ട്. ഈ പ്രശ്നം ആദ്യം വേജ് ബോർഡാണ് പാർലമെന്റ് മുമ്പിൽ വരുന്നത്. ഈ 4 കോഡുകളിൽ ഈ വേജ് ബോർഡ് നിയമം പാർലമെന്റിൽ വന്നപ്പോൾ ലോകസഭയിൽ വോട്ടെടുപ്പ് നടന്നില്ല. ലോകസഭയിൽ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് വളരെ ദുർബലാണ്. പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയുള്ളത് രാജ്യസഭയിലാണ്. രാജ്യസഭയിൽ ഇവിടെ കേരളത്തിൽ നിന്നുള്ള MP സഖാവ് എളമരം കരീം ഉൾപ്പെടെ നടപടിക്ക് വിധേയമായി, സസ്പെൻഷൻ വിധേയമായി. ഇതിനെതിർത്തതാണ് കാരണം. അതിനെതിരെയുള്ള പ്രതിഷേധമുയർത്തിയതാണ് കാരണം. എന്നാൽ ഏതെങ്കിലും ഒരു സഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ, കേരളത്തിൽ നിന്ന് വലിയ എണ്ണമല്ലേ ലോകസഭയിലുള്ളത്, ഇടതുപക്ഷം തീരെയില്ലല്ലോ, അവിടെ ഈ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്തു. ഇതെല്ലാം ഇന്ന് സാമ്പത്തിക നയത്തിന്റെ പ്രശ്നങ്ങളിൽ അവർ സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമാണിത്. ലേബർ കോഡ് ഉൾപ്പെടെയുള്ള ലേബർ കോഡിനെതിരായി കേരളത്തിൽ വലിയ സമരം രൂപപ്പെട്ടു വന്നപ്പോൾ എന്താ ഇവിടെ കോൺഗ്രസ് എടുത്ത നിലപാട്? ഈ യോജിച്ച സമരത്തിൽ INTUC പങ്കെടുക്കാൻ പാടില്ല. സഹകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ INTUC ഉണ്ടാകാൻ പാടില്ല. INTUC പണിമുടക്കിയിട്ടുണ്ട്, STU പണിമുടക്കിയിട്ടുണ്ട്. പക്ഷെ ആ പണിമുടക്കിന് അടിസ്ഥാനമായ പ്രശ്നങ്ങൾ ഒന്നിച്ച് പ്രചരിപ്പിക്കാൻ INTUCയെയും STUവിനെയും കേരളത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ മുടക്കി. അത് തൊഴിലാളി വർഗത്തിന്റെ യോജിപ്പിന് സഹായകരമാണ്. തൊഴിലാളികളെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മോചനം കിട്ടാൻ, അവർക്ക് രക്ഷ കിട്ടാൻ സഹായിക്കുന്ന നിലപാടാണ്. ഇവിടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഇവിടെ സ്വീകരിക്കുന്ന നിലപാട് ഈ യോജിപ്പിന്റെ മേഖല ഇനിയും കൊണ്ടുവരണമെന്ന് തന്നെ. INTUCയും STUയും ഭാവിയിൽ എന്ത് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ഈ ഫെബ്രുവരി മാസം 12-ാം തീയതി രാജ്യവ്യാപകമായി ഈ തൊഴിലാളി വിരുദ്ധ നീക്കത്തിനെതിരായി സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. INTUC ഉൾപ്പെടെയുള്ള INTUC, AITUC, CITU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളുടെ യോജിച്ച വേദിയാണ് തീരുമാനിച്ചത്. ആ സമരത്തിന് ഇനിയും അത് ഫൈനലൈസ് ചെയ്ത് വരാനുണ്ട്. ലേബർ കോഡിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായി നടക്കുന്ന ഈ സമരത്തിന് പിന്തുണ നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട്. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ദാരിദ്ര്യ ലഘൂകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. ഇപ്പോൾ എന്താ, കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തി, മാറ്റം വരുത്തി, പുതിയ നിയമമായി. ഇതിന് വരുന്ന ചെലവ് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുന്നതിന് പകരം ഇപ്പോൾ കൊണ്ടുവന്ന നിയമത്തിന്റെ ഭാഗമായി 60:40 60 ഭാഗം കേന്ദ്രവും 40% കേരളം. ഈ നിലയിലാണ് ചെലവ് വഹിക്കുന്നതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഈ പദ്ധതി പൊളിയാൻ പോവുകയാണ്. ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർ ഉന്നയിക്കുന്ന ആവശ്യം, ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലാളികൾ ഉന്നയിക്കുന്ന 600 രൂപ കൂലി കിട്ടണം. ഒരു വർഷത്തിൽ 200 ദിവസം ജോലി കിട്ടണം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം ഈ പ്രശ്നത്തിൽ ഈ പുതിയ നിയമം റദ്ദു ചെയ്യണം എന്ന ആവശ്യം രാജ്യത്താകമാനമുള്ള തൊഴിലാളികൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ നിലപാടിനോട്
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ഇതുപോലുള്ള കരിനിയമങ്ങൾ, തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ, വർഗീയവൽക്കരണത്തിന് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ നീക്കം, ഇത്തരം പ്രശ്നങ്ങളിൽ കേരള വ്യാപകമായി 3 പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഈ 3 ജാഥകൾ, ഒന്ന് വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വടക്കൻ മേഖലാ ജാഥ, മറ്റൊന്ന് മധ്യമേഖലാ ജാഥ, തെക്കൻ മേഖലാ ജാഥ. ഇതിൽ ഈ ജാഥകൾ, ഇപ്പം വടക്കൻ മേഖലാ ജാഥയ്ക്ക് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷാണ് നേതൃത്വം നൽകുന്നത്. 60 മണ്ഡലങ്ങളിൽ ആ ജാഥ പര്യടനം നടത്തും. 60 അസംബ്ലി മണ്ഡലങ്ങളിൽ 15 ദിവസം പര്യടനം നടത്തും. ഒരു അസംബ്ലി മണ്ഡലം അടിസ്ഥാനത്തിൽ അസംബ്ലി മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. തെക്കൻ മേഖലാ ജാഥ, ആ ജാഥ 4 ജില്ലകളിലാണ് പര്യടനം നടത്തുന്നത്. തൃശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. ഈ ജാഥ 47 മണ്ഡലങ്ങളിൽ 12 ദിവസം പര്യടനം നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മധ്യമേഖലാ ജാഥ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ഈ 4 ജില്ലകളിലായി 33 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. ഈ മധ്യമേഖലാ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയാണ്. ഇതിന്റെ ഇടയിലുള്ള ഈ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക്, അതിൽ തൃശ്ശൂർ ഉൾപ്പെടെയുണ്ട്, നേതൃത്വം നൽകുന്നത് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി സഖാ ബിനോയ് വിശ്വമാണ്. ഈ ജാഥകളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ, കേന്ദ്രത്തിന്റെ പ്രതികാര നടപടികൾ, സാമ്പത്തികമായ വിരോധം, ഈ പ്രശ്നങ്ങളെല്ലാം ജനങ്ങളിൽ തുറന്നു കാണിക്കുന്നതിനും കേന്ദ്ര നയങ്ങൾക്കെതിരായ വലിയ ഭൂജന പ്രക്ഷോഭം ഉയർത്തുന്നതിൻ്റെയും കൂടി ഭാഗമാണ് ഈ ജാഥകളെല്ലാം. കേരളത്തിൽ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലമായി നടപ്പിലാക്കിയിട്ടുണ്ട്. വികസന രംഗത്തും വൻതോതിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ വർഗീയതയുടെ ഭാഗമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിരൂക്ഷമായി കേരളത്തിൽ നിലനിൽക്കുകയാണ്. അപ്പം ഈ കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നടപടികൾ തുറന്നു കാണിക്കാനും കേരളത്തിന്റെ വികസനവും ജനക്ഷേമ നടപടികളും തുറന്നു കാണിക്കാനും വർഗീയത ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാടിനെ, അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വിശദീകരിക്കുന്നതിനും വേണ്ടി ഈ ജാഥകളെ ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഈ മേഖലാതല ജാഥകൾ പര്യടനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും നിലവിൽ MLA-മാർ അസംബ്ലി മണ്ഡലങ്ങളിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരുടെ നേതൃത്വത്തിൽ, MLA-മാരില്ലാത്ത മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടിയും ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ജനുവരി മാസം 12-ാം തീയതി കേരളത്തിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഈ ഗൂഢനീക്കങ്ങൾക്കെതിരായി കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും ഇവിടെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ സാമ്പത്തിക ഉപരോധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്.
9,267.67 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടുന്ന തുക കേന്ദ്രം ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. നെല്ല് സംഭരണത്തിനുള്ള ഇൻസെന്റീവ് വഴി 1,334 കോടി രൂപ കേരളത്തിന് നൽകാൻ ബാക്കിയാണ്. SSA അതുവഴി നടത്തുന്ന പരിഷ്കരണ നടപടികൾ, വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പരിഷ്കരണ നടപടികൾ, ഇതുവഴി കേന്ദ്രം കേരളത്തിന് നൽകേണ്ടത് 1,066.36 കോടി രൂപയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ കേന്ദ്രവിഹിതം കേരളത്തിന് നൽകാൻ ബാക്കി നിൽക്കുന്നത് 341 കോടി രൂപയാണ്. ജലജീവൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം നൽകാൻ ബാക്കി നിൽക്കുന്നത് 650 കോടി രൂപയാണ്. തൊഴിലുറപ്പിന്റെ ഈ പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിന് അധിക ബാധ്യതയായി വന്നിട്ടുള്ളത് 3,544 കോടി രൂപയാണ്. ഇത്തരം ബാധ്യതകളെല്ലാം നിൽക്കുമ്പോൾ തന്നെ കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിന് പുറമെ കേരളത്തിന് അർഹമായി ലഭിക്കേണ്ടുന്ന കുടിശ്ശിക 6,947.36 കോടി രൂപയുണ്ട്. 6,947.36 കോടി. ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി 12 ഇതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലേബർ കോഡിന്റെ പ്രശ്നമുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രശ്നമുണ്ട്, വർഗീയവൽക്കരണത്തിന്റെ പ്രശ്നമുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജനുവരി 12 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ സത്യഗ്രഹമിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമരത്തിൽ LDF-ന്റെ നേതാക്കന്മാരെല്ലാം ആ സമരത്തെ അഭിവാദ്യം ചെയ്യും. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന പാർട്ടികളുണ്ട്, അവരും വർഗഭോജന സംഘടനകളും ഇവരെല്ലാം ചേർന്ന് പ്രകടനമായി വന്ന് ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്ന നടപടികളും ഇതിന്റെ ഭാഗമായി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം രൂപപ്പെടുത്തുന്നതിനും ജനപങ്കാളിത്തത്തോടെ ഈ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാതല സമിതികളും അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തുള്ള കമ്മിറ്റികളും പഞ്ചായത്ത് തല കമ്മിറ്റികളും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ യോഗം ചേർന്ന് ഈ പരിപാടികളെല്ലാം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പരിപാടികൾ തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചും ഇന്ന് ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പത്രപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നത്, ലേബർ കോഡിന്റെ പ്രശ്നം നിങ്ങളെയും കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ ഈ ലേബർ കോഡിന് എതിരായി വന്ന സമരങ്ങളിൽ നിങ്ങൾ പങ്കാളികളായിട്ടുണ്ട്, അഭിവാദ്യ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്, സമരത്തെ അഭിവാദ്യം ചെയ്ത് ആ നിലയിൽ നിങ്ങൾ കഴിയാവുന്ന നിലയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരാനിരിക്കുന്ന സന്ദർഭങ്ങളിലും ലേബർ കോഡിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. അതിന് സഹായകരമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം. ഈ സമരത്തെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ പ്രചാരവേലയും ഇടപെടലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാം. ഇതാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ശബരിമല തിരിച്ചടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ. ശബരിമല പ്രശ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ഓരോ ഘട്ടത്തിലും അതിന്റെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്ന സ്വർണം അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നിലപാട് തന്നെയാണ്. ആരെങ്കിലും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ ആ കുറ്റവാളികൾ ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. അവരെ നിയമത്തിൻപിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക തന്നെ വേണം. ഇപ്പോൾ
SITയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണത്തിൽ കേരള ഹൈക്കോടതി സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ നടപടിയിൽ ഒരു ഇടപെടലും ഗവൺമെന്റ് നടത്തുന്നില്ല. ആ അന്വേഷണത്തെ ശക്തിപ്പെടുത്താൻ എത്രത്തോളം സഹായിക്കാൻ കഴിയുമോ ആ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഈ പ്രശ്നം തെറ്റായി വ്യാഖ്യാനിച്ച് എന്തോ ഇടതുപക്ഷക്കാരെല്ലാം വിശ്വാസത്തിനെതിരാണെന്നോ ശബരിമലക്കെതിരാണെന്നോ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ പ്രചാരവേലയാണ് നടത്തിയത്. അതിന് വേറെ നിവൃത്തിയൊന്നുമില്ല. ഞങ്ങളുടെ കൈ ശുദ്ധമാണ്. ഇതിനകത്ത് എന്താണോ ഞങ്ങളുടെ നിലപാട്, ആ നിലപാടിന് മാറ്റമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശബരിമല പ്രശ്നത്തിൽ, സ്വർണ്ണപ്പാളി പ്രശ്നത്തിൽ കുറ്റം ചെയ്തവരെ നിയമത്തുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട്. തുടർന്നും ആ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. ഓരോ നടപടിയും എടുത്തു വരുന്ന സന്ദർഭങ്ങളിൽ അത് ബന്ധപ്പെട്ടവർക്കെല്ലാം ബോധ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ല 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 ഞാൻ പറഞ്ഞല്ലോ, ശബരിമലയിൽ ഉണ്ടായ ഈ പ്രശ്നം, ഈ ശബരിമലയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ കള്ളപ്രചാര വേലകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതല്ല, അത് അങ്ങനെ നിങ്ങളുടെ ദയവ് ചോദിക്കല്ല. ഞാൻ ആലോചിച്ച വിവരല്ലേ ഇവിടെ പറഞ്ഞത്. അത് അങ്ങനെയെങ്കിലും പരിഗണിക്കുക, നിങ്ങൾ അംഗീകരിക്കുക. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അല്ല, അതല്ല, അത് മാത്രല്ല. അല്ല 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 ഞാൻ അത് മാത്രല്ല. ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത് എന്താ, പ്രതീക്ഷിച്ച ഫലം ലഭ്യമായില്ല. ഞാനിവിടെ മുമ്പും നിങ്ങളെ സമീപിച്ച സമയത്ത് എൻ്റെ നിലപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. LDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ച, ഞങ്ങൾ അതിനേക്കാൾ ഉയർന്ന് നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷിച്ച ഫലം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അത് എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളത് ഈ 2-3 വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് ജനങ്ങളുമായി സംവദിച്ച് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് തിരുത്തുമെന്നാണ് പറഞ്ഞത്. അത് ജനങ്ങളാണ് ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും നിലപാട്. അപ്പൊ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ട് പോവുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒരു കാലത്തും തിരുത്തരുത് എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അല്ല, തന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ. വിശദാംശങ്ങൾ വരിച്ച് നമ്മൾ ഒരാളെ രക്ഷിക്കാനില്ല. വിശദാംശങ്ങൾ വരുന്ന സമയത്ത് എന്താണ് നിലപാട്. ഇപ്പം ഇനി ഇതിൽ ബന്ധപ്പെടുത്താവുന്ന തെറ്റുകാർ ആരൊക്കെ ഉണ്ടോ, ഒരാളെ അറസ്റ്റ് ചെയ്തു തൽക്കാലം കസ്റ്റഡിയിൽ വെച്ച് എന്നുള്ളത് കൊണ്ട് മാത്രം കുറ്റവാളിയാവുന്നില്ല. ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ പാടില്ല. അത് ഈ അന്വേഷണ നടപടികളിലൂടെ, ഇവിടെ കുറെ പേരെ ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ അന്വേഷണ നടപടികളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. പുറത്തു വരുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് അത് സംബന്ധിച്ച് അപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല. എന്താ അത് അയാളോട് തന്നെ ചോദിക്കണം. എനിക്കറിയില്ല. അതൊന്നും പറയാൻ ഇപ്പൊ നമ്മൾ അന്വേഷണ നടപടിയുടെ ഭാഗമായി വിവരങ്ങൾ പുറത്തു വരും എന്നാണ് ഞങ്ങളിപ്പം പ്രതീക്ഷിക്കുന്നത്. അത് പുറത്തു വരുന്ന സമയത്ത് അതിനോടുള്ള നിലപാട് ഏതെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ നമ്മളപ്പോൾ പറയാൻ തയ്യാറാണ്. ഒരാൾ പറയും ഈ നടന്ന പ്രചാരവേലയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞാനൊരു പ്രതികരണവും നടത്തുന്നില്ല. ഒരുപാട് അതൊക്കെയാണ് കളവ് പ്രചരിപ്പിച്ചെന്ന് പറയുന്നത്. അത്തരം കളവ് പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അതെല്ലാം
വളരെ വേഗത്തിൽ തന്നെ പുറത്തു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം നിങ്ങളാരും ചോദിക്കാത്തെന്താ, ഏറ്റെടുക്കാത്തെന്താ? ഞാൻ പറയാ, ഈ പോറ്റി എന്ത് സുബ്രഹ്മണ്യം പോറ്റിയോ? എന്തെന്ന്? ഉണ്ണികൃഷ്ണൻ പോറ്റി. സുബ്രഹ്മണ്യം പോറ്റി വേറെയാ, സോറി. അതെ, നമുക്ക് ഈ കുറ്റവാളികളെ ഒന്നും നമുക്ക് പേര് അധികം കിട്ടില്ല. കാരണം നമ്മൾ വേറെ റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ്, കുറ്റവാളികളോടൊപ്പം സഞ്ചരിക്കല്ല. അതുകൊണ്ടാണ് അത് ക്ഷമിക്കുക. അതൊരു തെറ്റ്, ഒരു സ്ലിപ്പ് വന്നതാണ്. സുബ്രഹ്മണ്യം പോറ്റി ഒരു മഹാനായ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ആ പേര് തന്നെ പറയാൻ പാടില്ലാത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വലിയ സെക്യൂരിറ്റി സംവിധാനമുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവിന്റെ അടുത്ത് എങ്ങനെ എത്തി? അവർക്കിതിൽ പങ്കുണ്ടെന്നോ ഞാൻ പറയുന്നില്ല. സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ടെന്നോ സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് ഇദ്ദേഹത്തെ എത്തിച്ചതെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറയാനുള്ള ഒരു തെളിവോ അങ്ങനെ പറയാനുള്ള യാതൊരു നിലയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഈ കുറ്റവാളിയെ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അവിടെ എത്തിച്ചല്ലോ. അവരെ കൂടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നില്ലേ? അതില് അവർക്കൊന്നും പങ്കില്ല എന്നുള്ളതാണ് കൂടെ പോയ ആളുകൾ പറയുന്നത്. പിന്നെ എങ്ങനെ എത്തി? നമുക്കാർക്കെങ്കിലും അവിടെ എത്താൻ കഴിയും? കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. അതൊക്കെ വിസ്മരിച്ചാളെന്ന് എന്തിനാ? അതൊന്നും ചർച്ചയില്ലല്ലോ എവിടെയും. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം ഈ കവർച്ചയിൽ അവർക്കാർക്കെങ്കിലും പങ്കുണ്ട് എന്നുള്ളതല്ല. ഈ കവർച്ചയിൽ പങ്കാളിത്തമുള്ള ഈ കുറ്റവാളികളെ ഇന്ത്യയിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ അടുത്ത് എങ്ങനെ എത്തിച്ചു? അതാരെത്തിച്ചു? എത്തിക്കാനുള്ള ഉദ്ദേശം എന്താണ്? ഇതെല്ലാം പരിശോധിക്കേണ്ടതല്ലേ? അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ? അത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ പറഞ്ഞ് വലിയ പല വൈകൃതങ്ങളും കാണിച്ച് പരിഹസിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് മാറാൻ കഴിയും. അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അതിന്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളതെല്ലാം പുറത്തു വരും എന്ന് തന്നെയാണ്. കുറച്ച് സമയം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഈ കളവ് പറഞ്ഞ് ധരിപ്പിക്കാൻ വേഗം കഴിയും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങളില്ലേ? ഒരു ശരി ചെയ്ത് ജനങ്ങളെ അംഗീകാരം വാങ്ങാൻ കുറച്ച് സമയം എടുത്തെന്ന് വരും. അതിക്കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രചരണ മികവ് അവർക്കാണ്, പ്രചരണ മികവ് LDF ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും നമ്മൾ പറയാനില്ല. ഇവിടെ പ്രചരണ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക ഇലക്ഷനിലേക്ക് വരാൻ പോകുകയാണല്ലോ. ഇല്ല, അതല്ല. അതിനെ അങ്ങനെയല്ല സമീപിക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുടർ പ്രോസസ്സാണ് ഭരണം എന്നുള്ളത്. അത് ഓരോ ഘട്ടത്തിലും ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലും നിലപാടുകൾ എടുക്കുന്നുണ്ട്. ഇനി അത്തരം പ്രശ്നം പരിഹരിക്കാനല്ലേ? ഇനിയും പരിഹരിക്കപ്പെടാനുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ തന്നെയാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. തീർച്ചയായും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് കൂടുതൽ നടപടികൾ ജനങ്ങൾക്ക് വേണ്ടി ഇനിയും സ്വീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം. അത് CPM അത് നിങ്ങളുടെ വിവരം. എൻ്റെ അടുത്ത് ആ വിവരമില്ല. എൻ്റെ അടുത്തുള്ള വിവരം ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമിതിയിൽ ഒരു അഭിപ്രായ ഭിന്നതയും ഉണ്ടായിട്ടില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? നിങ്ങൾ സ്വന്തം വീട്ടിൽ അച്ഛനും മക്കളും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു അഭിപ്രായമായിരിക്കും. ആണോ? എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല. അതുകൊണ്ടൊക്കെ അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് പാർട്ടി എന്താ അഭിപ്രായം പറഞ്ഞെന്നുള്ളതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് 11 പാർട്ടികളുണ്ട്. ഓരോരുത്തരും വ്യക്തിത്വമുള്ള പാർട്ടിയാണ്, വ്യക്തമായ നിലപാടുകൾ എടുക്കുന്നവരാണ്. അതെല്ലാം ചർച്ച നടത്തിയ ഒരു പൊതു നിലപാടിൽ ഞങ്ങൾ എത്തുന്നു.
അതല്ലേ ഇടതുപക്ഷ ജനാധിപത്യയുടെ നിലപാടായിട്ട് പറഞ്ഞത്. ഓരോ പാർട്ടി എടുത്ത നിലപാടാണോ ഇടതുപക്ഷ ജനാധിപത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 11 പാർട്ടികളുടെ ഈ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായമായിട്ട് പറയുന്നത്. 140 മണ്ഡലത്തിലേക്കാണ് ഇലക്ഷൻ. അല്ല, 110 വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അതൊരു കാൽക്കുലേഷന്റെ ഭാഗമാണ്. ഞാൻ പറയാ 140 സീറ്റിലും ജയിക്കാൻ കഴിയണമെന്ന്. 140 സീറ്റിലും ജയിക്കാൻ കഴിയാവുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് പോകും. 110 ജയിക്കാൻ 110 ജയിച്ചോട്ടെ, ഇനി 100 ജയിക്കുന്നത് ജയിച്ചോട്ടെ, അതൊന്നും പ്രശ്നമില്ല. എങ്ങനെ? എന്ത് പദ്ധതി? എന്ത് പദ്ധതി? ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ പറഞ്ഞത്. CM-ന്റെ ആഫീസിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാനല്ലല്ലോ പറഞ്ഞത്. ആയിക്കോട്ടെ എന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. മുന്നണിയിൽ അങ്ങനെ എത്ര സീറ്റ് എങ്ങനെയാന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ദയവ് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ വിഷമിപ്പിക്കല്ല. മുന്നണിക്കകത്ത് ഓരോ പാർട്ടിയിലും ഓരോ സീറ്റ് വിഭജനം ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ ഇത്ര സീറ്റ് ജയിക്കുന്നു? ഒരു ഇലക്ഷന്റെ ഇനി ഞാൻ പറയില്ല കേട്ടോ, ഇനി ഞാൻ പറയില്ല. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി മന്ത്രിമാരെ കണ്ട് ബ്രീഫ് ചെയ്തപ്പോൾ ഒരു 110 സീറ്റ് ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതി അവതരിപ്പിക്കുന്നു. അത് മുന്നണി യോഗത്തിൽ അവതരിപ്പിച്ചോ? മുന്നണി ആരും മുന്നോട്ട് പോകുന്നത് എനിക്കിപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ പറയുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ്. ഇത് ഇപ്പറഞ്ഞതിന്റെ വേറൊരു പതിപ്പ്. മുഖ്യമന്ത്രി പറഞ്ഞ വിഷയം മാറാട് പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞ വിഷയം എന്താ? ജമായത്ത് ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്നു. കോഴിക്കോട്ട് വെച്ച പത്രക്കാരനോട് ചോദിച്ചു ഇതിൽ പാർട്ടിയുടെ നിലപാടെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാർട്ടിക്ക് അങ്ങനെ നിലപാടില്ല. ഇതാ പ്രശ്നം, അത്രയേ ഉള്ളൂ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിന് പത്രങ്ങളൊക്കെ പല വ്യാഖ്യാനങ്ങളും നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഈ മാറാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അല്ലേ? അല്ല, നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഇതല്ലേ ഇന്നലെ മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചത്. മാറാട് പ്രശ്നം നിങ്ങൾ പത്രങ്ങളൊക്കെ എഴുതിയ സമയത്ത് മാറാട് പ്രശ്നം ഉന്നയിച്ചിട്ടില്ലേ? മാറാട് പ്രശ്നത്തിലെടുത്ത നിലപാട് എന്താണെന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മാറാട് അന്ന് സന്ദർശിച്ച സമയത്ത് മുഖ്യമന്ത്രിയോടൊപ്പം ഞാനുണ്ട്. ആ അനുഭവം എനിക്കുണ്ട്. എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. ഞാനന്ന് കോഴിക്കോട് ജില്ലയിൽ CPM-ന്റെ പ്രവർത്തകനായിട്ട് വർക്ക് ചെയ്യുന്ന കാലമാണ്. അപ്പം മാറാട് വലിയ കലാപമുണ്ടായി, കൂട്ടക്കശാപ്പുണ്ടായി. അവിടെ ചെന്ന് നോക്കി. അവിടെ എന്താ സംഭവം? അതിന് മുമ്പ് എന്തായിരുന്ന സ്ഥിതി എന്താണെന്നറിയാം? അന്ന് ആന്റണിയാ മുഖ്യമന്ത്രി. കുഞ്ഞാലിക്കുട്ടിയെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചില്ല. ആന്റണിയോടൊപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ മന്ത്രിയെ ആ പ്രദേശത്ത് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാലോ? പിണറായി വിജയൻ അന്ന് പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, പോയല്ലോ. ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വർഗീയമായ അങ്ങേയറ്റത്തെ ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായത്. ആ പ്രശ്നത്തിൽ ജനങ്ങളിൽ സമാധാന അന്തരീക്ഷം ഉയർത്തുന്നതിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാനാണ് അവിടെ പോയത്. പോയ അനുഭവം ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം സമൂഹത്തിൽ ഉണ്ടായ വിഷയങ്ങളാണ്. അതുമായി താരതമ്യം അതുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്നലെ ചോദിച്ചല്ലോ എന്നൊന്നും എനിക്കറിയില്ല. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി വിശദീകരിച്ചു. അല്ല, അതിനെപ്പറ്റി ഞാൻ ചർച്ചയ്ക്കില്ല. നിങ്ങൾ എത്ര വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ അതിനെപ്പറ്റി ചർച്ചയ്ക്കില്ല. നിങ്ങൾ എല്ലാരും കൂടി എന്നെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാലേ അതെനിക്കറിയില്ല. അത് ഞാൻ പറയും. അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. ചോദിച്ചിട്ടെന്താ? ഞാൻ പറഞ്ഞത് ഞാനുമായി ബന്ധപ്പെട്ട വിഷയം. നിങ്ങൾക്ക് പറയേണ്ടത് അത് മുന്നണിയിൽ ചർച്ച ചെയ്തോന്നാണ്. അല്ല, എന്നാൽ ബാലനോട് എന്നോട് സംസാരിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ബാലന്റെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പത്രക്കാര് എന്നോട് ചോദിച്ചതിന് പറഞ്ഞ മറുപടിയാണ് ഇന്നലെയോ മാതൃഭൂമിയിലൊക്കെ വന്നത്. ഇന്നലെയല്ലേ? ആരോർച്ച് നിൽക്കാൻ?
ഞാനെന്തിനു ഉറച്ചു വെക്കുന്നത്? ഞാൻ അതിന്റെ ഒരു സാഹചര്യം പറഞ്ഞതല്ലാതെ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇവിടെ ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്നത്. CPM തീരുമാനിച്ചിട്ടില്ല. CPM ഇങ്ങനെ പറയാൻ കഴിയോ? അത് മാത്രമല്ല, എങ്ങനെയാ ജമാഅത്ത് ഇസ്ലാമി പിന്നെ ഇവിടെ ആഭ്യന്തരമന്ത്രി ആവുക? ആഭ്യന്തരമന്ത്രി പോയിട്ട് ഒരു മന്ത്രിയാൻ കഴിയോ അവർക്ക്? അതല്ലേ കേരളത്തിന്റെ സ്ഥിതി. ഇനി ഇവിടെ UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. UDF അധികാരത്തിൽ വരുമ്പോഴല്ലേ ജമാഅത്ത് അധികാരത്തിൽ വരുന്നോ ഇല്ലയോ എന്നുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കേണ്ടത്. ഈ കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അപ്പൊ എങ്ങനെയാ ജമാഅത്ത് അധികാരത്തിൽ വരിക? അതുകൊണ്ട് എന്നാണ് നിലപാട്? CPM-ന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അതിൽ വ്യത്യസ്തമായിട്ട് ബാലൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാലനോട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്തു. ജില്ലാ കമ്മിറ്റിയിൽ നിങ്ങൾ പങ്കെടുത്തോ? അത് നന്നായി. ജില്ലാ കമ്മിറ്റി പങ്കെടുത്ത് നിങ്ങൾ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായി. ഞാൻ ഗോവിന്ദ മാഷ നാളെ നിങ്ങളെ കാണാൻ പോകുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചോടി. അതിന് ഞാനിപ്പോ വിശദീകരിക്കും. അതൊക്കെ അവസാനിച്ച അധ്യായമാണ്. അതിന്റെ മേലെ എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നതയോ ഒരു അസ്വാരസ്യമോ സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്ന് അവസാനിച്ചു. എത്രയോ വർഷങ്ങളായി അത് കെട്ടടങ്ങിപ്പോയി. ഇനി അത് വീണ്ടും ഓർമ്മിപ്പിച്ച് വേറൊരു പ്രശ്നത്തിലേക്ക് അത് വഴുതിവിടുന്ന ഒരു നിലപാട് എന്നിൽ നിന്ന് നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട. ഞാനതിനില്ല. നിങ്ങൾ ബാലനോട് ചോദിക്കുന്നത്. ശരി, വേറൊന്നുമില്ലല്ലോ. AK ബാലന്റെ പ്രശ്നമൊക്കെ നിങ്ങൾ AK ബാലനോട് സംസാരിച്ചു. അല്ല, ഞാനിങ്ങനെ നിങ്ങൾ പറയുന്നതിന് ഇങ്ങനെ ശാന്തമായി നിങ്ങൾ പറയുന്നതിന് ഞാൻ നിങ്ങളോട് എന്തെന്ന് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം അതിന്റെ നല്ല സ്പിരിറ്റിൽ നിങ്ങൾ എടുക്കണം. എങ്കിലേ നിങ്ങൾ എടുക്കുന്ന നിലപാടിനോടും എനിക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പലപ്പോഴും വേറെ എന്തോ ഉദ്ദേശം വെച്ചിട്ട് എന്നെ ഇങ്ങനെ ട്രാപ്പിലാക്കാൻ നോക്കുക. അത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ അതിൽ വെറുതെ ഞാനില്ല അതിന്. ഞാൻ നിങ്ങളായിട്ട് ഏറ്റുമുട്ടാനുമില്ല. നിങ്ങളായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യം പ്രകടിപ്പിക്കാനും ഞാനില്ല. ഞാൻ നിങ്ങളായിട്ട് അങ്ങേയറ്റം സഹകരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് വെച്ചുകൊണ്ട് എല്ലാവരും പറയുന്നതിന് ഞാനിങ്ങനെ പറയുന്നില്ലല്ലോ. ഞാനിങ്ങനെ പറയാറില്ലല്ലോ. ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കില്ല. എന്നിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാറ്. ഞാനതിനില്ല. എനിക്ക് ഇത്രയേ ക്ലാരിഫിക്കേഷൻ നടത്താൻ കഴിയുള്ളൂ. പ്രശ്നം തീർന്നല്ലോ. ഞാൻ എല്ലാറ്റിനും കഴിവുള്ളവരെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എനിക്ക് അത്രയേ കഴിവുള്ളൂ. നിങ്ങൾ കണക്കാക്കിയാൽ മതി. അല്ല, ഡേറ്റ് ഈ വടക്കൻ മേഖലാ ജാഥ തുടങ്ങുന്നത് 1-ാം തീയതിയാണ്. ഈ വടക്കൻ മേഖലാ ജാഥ മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി തൃശ്ശൂരിൽ സമാപിക്കും. തരൂരിൽ സമാപിക്കും. അത് പാലക്കാട് ജില്ലയാണ്. രണ്ടാമത്തെ ജാഥ ഈ ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ജാഥ ചേലക്കരയിൽ നിന്ന് തുടങ്ങി ഫെബ്രുവരി 4-നാണ് തുടങ്ങി. ഫെബ്രുവരി 4-ന് ചേലക്കരയിൽ നിന്ന് തുടങ്ങി ചേലക്കര തൃശ്ശൂർ ജില്ലയിലാണ്. തിരുവനന്തപുരത്ത് സമാപിക്കും. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവോ കഴക്കൂട്ടോ മറ്റോ ആയിരിക്കും. അത് ഫെബ്രുവരി 14-ാം തീയതിയാണ് സമാപിക്കുന്നത്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ജാഥ ഫെബ്രുവരി 6-ന് അങ്കമാലിയിൽ നിന്ന് തുടങ്ങും. അത് ഫെബ്രുവരി 13-ന് 4 മണിക്ക് ആറന്മുള, പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള സമാപിക്കും. അതാണ് 3 ജാഥ. ഒന്നിച്ചു ചേരുന്നില്ല, സംഘമല്ല. സമാധാനമായോ? ഐക്യം എങ്ങനെ ഐക്യത്? അതല്ല, ഇത് ക്യാമ്പയിന്റെ ഭാഗമാണ്.
അതെല്ലാ ഭാഗത്ത് എത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇതിങ്ങനെ നേതാക്കന്മാരുടെ ഐക്യം പ്രകടിപ്പിക്കാനല്ല ആണ്. അത് അദ്ദേഹത്തോട് ചോദിക്കുക. ഞങ്ങൾക്കറിവില്ല. ഇന്നത്തെ യോഗത്തിലും കേരള കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞൊരു പ്രശ്നവും ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ബാധകമല്ല. ആര് അതൊന്നും നോക്കണ്ട. അയാളൊന്നും ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ, ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അതുപോലെ ജോസ് കെ മാണിയെ വിലയിരുത്തുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞില്ലേ? ആര് ആയിക്കോട്ടെ.